പൊതുവേ ഒരു കന്യാസ്ത്രീമാർ മതം വിട്ടവർ വേറെയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളെ കാണുന്നത്. പക്ഷെ ഒട്ടും സെൻസേഷനൈസ് ചെയ്യാതെ എഴുതിയിട്ടുള്ളൊരു പുസ്തകം അത്. അപ്പം പറഞ്ഞിട്ടുള്ള ഞാൻ അതിന് ശേഷം സംസാരിച്ചു. അപ്പം പറയേണ്ട കാര്യങ്ങൾ, അറിവുള്ള കാര്യങ്ങളിൽ 100% പറഞ്ഞിട്ടില്ല എന്നാ എഴുത്തിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ ഈ സംഭാഷണം നേരത്തെ പറഞ്ഞ ആ കുട്ടിയുടെ സെഷൻ ഞാൻ കാണുമായിരുന്നു. ഒരാളുടെ 2 ജീവിതങ്ങളുണ്ടല്ലോ. നമ്മൾ പുറം ലോകമായിട്ട് ജീവിക്കുന്നതും അകൽ ലോകമായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് നമ്മുടെ കൂടെയും നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോഴും നമുക്ക് ജീവിക്കാൻ പറ്റണമല്ലോ. അപ്പം ഇന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ ആളനുഭവിച്ച ജീവിതം എന്താണെന്നറിയാൻ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവെ നമ്മൾ അനുഭവിക്കാത്തൊരു ജീവിതമാണല്ലോ. അപ്പം ഒരു കന്യാസ്ത്രീയുടെ ഉള്ളിലത്തെ ജീവിതം, പുറത്ത് നമ്മൾ കാണുന്ന അല്ലാതെ, പിന്നെ പുറത്ത് വന്നപ്പോൾ കന്യാസ്ത്രീകളല്ലാത്ത സ്ത്രീകൾ എങ്ങനെ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ? പക്ഷെ മഠത്തിൽ അത് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു കന്യാസ്ത്രീയുടെ ജീവിതവും ഒരു സാധാരണ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പിന്നെ വിവാഹം കഴിച്ച് ഭർത്താക്കന്മാർ, ഞാനുൾപ്പെടെ ടോക്സിക് മാസ്കുലിനിറ്റിയുടെ ആളുകളാണല്ലോ. നിങ്ങൾ വിവാഹം ചെയ്ത യേശുക്രിസ്തു എത്രമാത്രം ടോക്സിക് ആണ്? ഇതാണ് ചോദ്യം ശരിയല്ല. ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബിൻ്റെ പേര് വെച്ച് തന്നെ തുടങ്ങാം. ചോദ്യം ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ആദ്യമായിട്ട് ഫേസ് ചെയ്യുകയാണ്. എന്നോട് തന്നെ ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടാകില്ല. 15 വയസ്സിൽ കന്യാസ്ത്രീ മഠത്തിൽ വിട്ടവൾ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സാധാരണ മഠത്തിൽ ചേരുക, മഠത്തിൽ പോകുക എന്നൊക്കെയാണ് പറയുക. കാരണം അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൾ 10ാം ക്ലാസ് കഴിഞ്ഞ് മഠത്തിൽ പോകാനുള്ളവളാണ്. ഞാൻ ഈ പുസ്തകം എഴുതി ഇതിൻ്റെ ടൈറ്റിൽ നോക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ വുമൺഹുഡ് ലോസ്റ്റ് ഇൻ നൺഹുഡ് എന്ന് എഴുതിയിരുന്നു. എൻ്റെ സ്ത്രീത്വം ആ കോൺവെൻറ്റിനുള്ളിൽ 20 ഇയേഴ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലേക്ക് വന്നാൽ, ആ 15 വയസ്സുകാരി, ഞാൻ ഇതിലെഴുതിയിരിക്കുന്ന എൻ്റെ ആദ്യ ആർത്തവം കന്യാസ്ത്രീ മഠത്തിൽ എന്നാണ്. അപ്പോൾ യേശുക്രിസ്തു എന്ന കാണപ്പെടാത്ത ഒരു ബ്രൈഡ് ഗ്രൂമിനെ വരിക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കന്യാസ്ത്രീ ആയിക്കഴിഞ്ഞ് ആദ്യമായിട്ട് വടക്കേന്ത്യയിലേക്ക് അയക്കപ്പെടുകയാണ് 21ാം വയസ്സിൽ. ഒരു ഗ്രൂപ്പ് അവിടെ ചെന്നിറങ്ങി ഞങ്ങളെ 3-4 പേരെയും ഡിഫറെൻറ്റ് കോൺവെൻറ്റ്സ് ബ്രാഞ്ചസിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന കോമൺ ആയ ബ്രൈഡ് ഗ്രൂം ജീസസ് ക്രൈസ്റ്റിനോട് ഞങ്ങൾ അതിനെ വരിച്ച ഞങ്ങൾ ഓരോരുത്തരും വിട പറഞ്ഞ് ഓരോരോ കോൺവെൻറ്റിലേക്ക് പോവുകയെന്നാണ്. ഈ 15 വയസ്സുകാരി കോൺവെൻറ്റ് ചെന്ന് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആ അറിവ് 3 വ്രതങ്ങളെക്കുറിച്ചുള്ള പഠിപ്പിക്കലാണ്. ഞാൻ വീട്ടിൽ വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ച ഒരു കുട്ടിയാണ്. 15 ഇയേഴ്സ് ഫ്രം കോട്ടയം ടു മലബാർ, ആലക്കോടേക്ക് കുടിയേറി പാർത്ത എൻ്റെ പേരൻസ്. ഞാൻ അവിടെയാണ് ജനിക്കുന്നത്. അത് കുറച്ചൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ അവിടെ വിവരിക്കുന്നില്ല. അപ്പോൾ ഈ ദാരിദ്ര്യം അനുഭവിച്ച ഞാൻ പോയിട്ടൊരു വ്രതം എടുക്കുകയാണ്, ദാരിദ്ര്യവ്രതം. അനുസരണക്കേടിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരിക്കുന്നത്. പേരൻസ് നമ്മളെ പറഞ്ഞാൽ കേൾക്കാവോടി, പോയി കുമ്പസാരിക്കേണ്ടത് അതാണ്. പേരൻസിനെ അനുസരിച്ചില്ല, പള്ളിയിലച്ഛനെ ഓർണം, കന്യാസ്ത്രീ മദറിനെ അനുസരിച്ചില്ല. ഇങ്ങനെയുള്ള അനുസരണക്കേടിനാണ് നമ്മളെ അടിക്കുന്നത്. അത് ഞാൻ വ്രതമായിട്ട് പോയി എടുക്കുകയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് തിരിയുന്നത്, അന്ന് തിരിഞ്ഞിട്ടില്ല. കന്യാവ്രതം ഒരു സാധാരണ ഹോർമോൺ ശരിക്ക് വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയിൽ ലൈംഗികത ഉണരുകയും അത് നാച്ചുറലാണ്. അതിനെതിരായിട്ട് പോയിട്ട് കന്യാവ്രതം എടുക്കുകയാണ്. എന്നിട്ട് അതിനുള്ളിൽ സ്ട്രഗിൾ ചെയ്ത് ഈവൻ പാപമാണെന്നും പറഞ്ഞു കുമ്പസാരിക്കണം. എനി തോട്ട് വേർഡ് ആൻഡ് ഡീഡ് എന്നാണ് പറഞ്ഞാൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ എന്തൊരു തോട്ട് പോലും ഉണ്ടായാൽ അത് പാപമാണ്. സോ ലീവ് അലോൺ അതർ തിങ്സ് ലൈക്ക് സെൽഫ് പ്ലഷറിങ് ഓർ വട്ട് എവർ. നമ്മളൊരു
ആ ടീനേജ് ഏജിലും കന്യാവ്രതം പഠിപ്പിക്കുന്ന ആ കാലഘട്ടങ്ങളിലും വ്രതം എടുക്കുന്ന 21 ഇയേഴ്സ് ആയപ്പോഴാണ്. എങ്കിൽ തന്നെയും അന്ന് അറിയില്ല. ദാറ്റ് വാസ് ഇൻ 70s ആൻഡ് early 80s ആ വ്രതം പോയി എടുക്കുകയും അതിനുള്ളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് അഭയ കേസ്. അതിൻ്റെ കാരണം എന്തായിരുന്നു? ഈ വ്രതം ഭഞ്ജിക്കാനുള്ള ത്വരയിൽ അവർ ചെന്ന് പെട്ടെന്നാണ് ഈവൻ ദിസ് വൺ സേസ് ജഡ്ജ്മെൻറ്റ് സേസ് അതിനുവേണ്ടി അതിനെ അങ്ങനെ ചെയ്തു എന്ന് അവർ ദേ ആർ ഇൻ ദ ജയിൽ ടുഡേ ഓർ ഐ ഡോണ്ട് നോ വെദർ ദേ ആർ ഔട്ട് ആൻഡ് മെനി അതേഴ്സ്. റോബിൻ ഇംപ്രഗ്നേറ്റഡ് എ മൈനർ. അങ്ങനെയുള്ള സെക്ഷൽ ഒഫൻസസ് നമുക്ക് കുറേ അറിയാം. അത് ഐ എം നോട്ട് ഗോയിങ് ടു ഡിസ്ക്രൈബ് ഹിയർ. സോ ഒരു വ്രതം എടുക്കുകയും അതിനുള്ളിൽ അങ്ങനെ ആ വ്രതം നമ്മളെ വളരെയധികം സബ്ലൈമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുമെങ്കിൽ ദർ വുഡൻ ബി എനി സെക്ഷൽ ക്രൈം ഇൻ ദ ചേർച്ച് ടുഡേ. സോ അങ്ങനെയുള്ള വിരോധാഭാസമുണ്ട്. ഇങ്ങനെ ഒരു ഗ്രൂമിനെ ഒരു കാണപ്പെടാത്ത ഐ ഡോണ്ട് നോ വെദർ ഹി എക്സിസ്റ്റഡ് ഈവൺ. ഇപ്പം അങ്ങനത്തെ സ്റ്റഡീസ് പോലും നടക്കുന്നുണ്ട്. ജീസസ് എന്ന വ്യക്തി ഇവിടെ ജീവിച്ചിരുന്നോ എന്ന് പോലുള്ള സ്റ്റഡീസ് വരുന്നുണ്ട്. ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഹി മസ്റ്റ് ഹാവ് ബീൻ എ ജ്യൂ ആൻഡ് ഹി ലിവ്ഡ് ആൻഡ് ക്രൂസിഫൈഡ് എന്നാണ് എഴുതിയിരിക്കുന്ന ബൈബിളിലൊക്കെ. ഹിസ്റ്റോറിക്കലി നോക്കിയാൽ വളരെ കുറച്ചേ അദ്ദേഹത്തെക്കുറിച്ചുള്ളൂ ജൂയിഷ് ലിറ്ററേച്ചറിലൊക്കെ. അപ്പോൾ എത്രമാത്രം ടോക്സിക്കാണ് ആ ലൈഫ്. ലീവ് അലോൺ ജീസസ് ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് ഒരു കാണപ്പെടാത്ത ഒരു വേർഷിപ്പ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്, ഫിഗറാണ്. ഞാനിത് എഴുതിയിരിക്കുന്നത് 20 ഇയേഴ്സ് എൻ്റെ കൂടെ ജീവിതം കുരിശിൻ്റെ ചുവട്ടിൽ ഹോമിച്ച കൊമ്രേഡ്സ് എന്നാണ്. സോ ഞങ്ങളുടെ യൗവനം കുരിശിൻ ചുവട്ടിൽ ഹോമിച്ചവരാണ്. അത് ഇന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കന്യാസ്ത്രീകൾ എന്നോട് വിയോജിക്കുമായിരിക്കും. ഞങ്ങൾ സർവീസാണ്, ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണെന്നൊക്കെ അവർ പറഞ്ഞ് ദേ വിൽ ട്രൈ ടു ആർഗ്യൂ എഗെയിൻസ്റ്റ്. ഇന്ന് നോക്കുമ്പോഴെനിക്കറിയാം എൻ്റെ 20 ഇയേഴ്സ് ആൻഡ് ഈവൺ ആഫ്റ്റർ ദാറ്റ് തിരിച്ചു വന്നിട്ട് നമുക്കത് പിടിച്ചെടുക്കാനുള്ള യൂസഡ് ഒരു നോർമൽ വുമണായിട്ട് എനിക്ക് ഇന്ന് സൊസൈറ്റി ജീവിക്കാനുള്ള സ്ട്രഗിൾ ഇന്നുമുണ്ട്. ടുഡേ ഐ ആം എ പാർട്ട്ണർ ടു ആൻ ഓസ്ട്രേലിയൻ നാഷണൽ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പോഴും കോൺവെൻറ്റ് ടൈം ടേബിൾ വിട്ടിട്ടില്ല എന്ന്. സോ ഇത് നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. യുവർ ഹോൾ ബോഡി ലാംഗ്വേജ് ഇറ്റ് സെൽഫ്. സോ എത്രമാത്രം ടോക്സിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ടോക്സിക്. കാരണം കോൺവെൻറ്റിനുള്ളിൽ ആ ട്രെയിനിങ് ആഫ്റ്റർ ദാറ്റ് 15 ഇയേഴ്സ് ആസ് എ നൺ. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇദ്ദേഹം പറഞ്ഞതുപോലെ എനിക്ക് ഇതിൽ എഴുതി പിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ പേജസ് കുറയ്ക്കേണ്ട ഒരു ബാധ്യത എൻ്റെ മുകളിലുണ്ടായിരുന്നു. 200 pages I had to come down to this less than 150 pages. Secondly, as a first time writer അതിൻ്റേതായ പരിമിതികളുണ്ട്, ഫിയേഴ്സ് ഉണ്ടായിരുന്നു. വാട്ട് വിൽ അതർ പീപ്പിൾ തിങ്ക് ഓഫ് എന്നാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഒന്നാമത്തെ പേടി. തിങ്ക് ഓഫ് മാത്രമല്ല, അതിൻ്റെ കോൺസിക്വൻസസ് ഈവൻ ലീഗലി മതവികാരം വ്രണപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പണ്ടത്തെക്കാളും അധികമായിട്ട് ജീവിക്കുന്നത്. സോ അങ്ങനെയുള്ളത് എന്നെ കുറേയൊക്കെ റിസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് 2 പ്രാവശ്യമൊക്കെ തിരുത്തി എഴുതുകയും വായിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പലരും എന്നോട് പറഞ്ഞത് ഓപ്പണായിട്ട് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു ആത്മകഥയ്ക്ക് വേണ്ടി തുനിയരുത് എന്നാണ്. സോ അതെന്നെ സഹായിച്ച് ഞാൻ കുറേ കൂടെ ഷീ എന്നും പറഞ്ഞ് തുടങ്ങിയ ഞാൻ എന്ന് പറഞ്ഞ് ധൈര്യപ്പെട്ടു. സോ ദാറ്റ് ഹാസ് കം ടു ദാറ്റ്. അപ്പോൾ കോൺവെൻറ്റിനുള്ളിലെ ലൈഫാണ് യു സെഡ് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് മിസ്സിങ് ഹിയർ. കുറച്ചൊക്കെ ഞാൻ അവിടെ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. ഒരു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കന്യാസ്ത്രീ എന്നോട് പറയുകയാണ്, മരിയ എല്ലാം സഹിക്കാം, പക്ഷേ ഈ കന്യാവ്രതം എന്നെ മുള്ളുപോലെ നോവിക്കുന്നു. രാവിലത്തെ കുർബാനയ്ക്ക് വരുന്ന കൊച്ചച്ഛനോട് എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നു. ഞാൻ പറഞ്ഞു എനിക്കും. So it is not only your mental or physical or sexual needs മാത്രമല്ല, അതിനുള്ളിലെ restrictions. രാവിലെ 5:15 മണിയടിക്കുമ്പം മുതൽ ഇറ്റ്സ് ഓൾ ഓൺ ടൈം ടേബിൾ. നമ്മൾ കാണുമ്പോൾ നല്ല വെള്ളയുടുപ്പിട്ട് നടക്കുന്നു, വെരി ഹാപ്പിയാണ്, വെരി ഹെൽത്തി ലുക്കിംഗ് ആണ്, ആൻഡ് വെരി ഫുൾഫിൽഡ് എന്നുള്ളൊരു ലുക്ക് ചിലർ കാണാം അവരുടെ മുഖത്തോ അവരുടെ പ്രവർത്തനങ്ങളിൽ. ദേ ആർ റണ്ണിങ്, നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യുന്നു, ദേ ആർ ഡൂയിങ് വെൽ എന്നുള്ളൊരു ഔട്ട്സൈഡ് പിക്ചർ നമുക്കും കിട്ടുന്നു. അവൻ്റെ ഉള്ളിൽ അവരും ചിന്തിക്കുന്നു. ഞാൻ ആ 20 ഇയേഴ്സ് ഐ വാസ് സോ കണ്ടൻറ്റഡ്. ഞാൻ ഓർത്ത് ഇത് തന്നെയാണ് എൻ്റെ ജീവിതം. അണ്ടിൽ ആ ഒരു 37 ഇയേഴ്സ് ആയപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്ത് ഇതാണോ എൻ്റെ ജീവിതം എന്നുള്ള ചോദ്യം പലർക്കും വരും. പക്ഷേ അത് അഡ്രസ്സ് ഈ വിധത്തിൽ ചെയ്യപ്പെടാറില്ലെന്ന് മാത്രം.